നമസ്കാരം, മറ്റൊരു പുത്തൻ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഒപ്പം ഉള്ളത് നമ്മുടെ ശരത്താണ്. ശരത്തിൻ്റെ ഒപ്പമാണ് ഇന്നത്തെ യാത്ര. കുതിരാൻ തുരങ്കവും കടന്ന് കുതിരാൻ മലയിലേക്ക് ഒരു കുഞ്ഞു യാത്ര. കുതിരാൻ മലയെ തുരന്നുകൊണ്ടുള്ള ഒരു തുരങ്കപാത പാലക്കാട് ജില്ലയിലെ വടക്കാഞ്ചേരിക്കും തൃശ്ശൂർ ജില്ലയിലെ മണ്ണുത്തിക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു തുരങ്കപാതയാണ് കുതിരാൻ തുരങ്കപാത. ഏകദേശം 1 കിലോമീറ്റർ ദൂരമാണ് ഈ തുരങ്കത്തിന് ഉള്ളത്. ഒരു എൻജിനീയറിംഗ് വിസ്മയം തന്നെയാണ് ഈ തുരങ്കപാത. 2 തുരങ്കങ്ങളാണ് ഇതിൽ മെയിനായിട്ട് ഉള്ളത്. ഏകദേശം 1 കിലോമീറ്റർ ദൂരമാണ് ഇതിന് രണ്ടിനും ഉള്ളത്. ഇതിലൂടെ പോകുമ്പോൾ നിങ്ങൾക്ക് പ്രകാശം ലഭിക്കുന്നതിനൊക്കെ വേണ്ടി പ്രത്യേകം ലൈറ്റുകളും അതുപോലെ ഓക്സിജൻ്റെ നിലവാരം കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി പ്രത്യേകം ഫാനുകളും ഇതിൽ ഘടിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ തുരങ്കപാതയിൽ നിന്ന് പുറത്ത് കടന്നുട്ടാ. തുരങ്കപാതയിൽ നിന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാലാണ് നമുക്ക് നമ്മുടെ കുതിരാൻ മലയിലേക്ക് എത്താനായിട്ട് സാധിക്കുള്ളൂ. അവിടെ കുതിരാൻ മലയുടെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് പോയതിന് ശേഷം ലെഫ്റ്റിലേക്ക് ഒരു വഴിയുണ്ട്. ആ വഴിയിലൂടെ നമ്മൾ പോയാലാണ് നമ്മൾ ഈ കുതിരാൻ മല അമ്പലത്തിന് അടുത്ത് എത്താനായിട്ട് സാധിക്കുള്ളൂ. കുതിരപ്പുറത്തിരിക്കുന്ന അയ്യപ്പനാണ് കുതിരാൻ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ. അതുകൊണ്ട് തന്നെ കുതിരാൻ വാഴുന്ന മല, കുതിരാൻ്റെ മല, പിന്നീട് കുതിരാൻ മല എന്ന് അറിയപ്പെടാൻ തുടങ്ങി. തൃശ്ശൂർ ജില്ലയിൽ പാണഞ്ചേരി പഞ്ചായത്തിലെ കുതിരാൻ മലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ് കുതിരാൻമല ധർമ്മശാസ്ത്ര ക്ഷേത്രം. ഈ ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠ കുതിരപ്പുറത്ത് ഉപവിഷ്ടനായ ധർമ്മശാസ്താവാണ്. കൂടാതെ തുല്യ പ്രാധാന്യത്തോടുകൂടി പരമശിവനും ഉപദേവതകളായി ഗണപതി, സരസ്വതി, സുബ്രഹ്മണ്യൻ, മഹാവിഷ്ണു, മാളികപ്പുറത്തമ്മ, ഭുവനേശ്വരി, നാഗദൈവങ്ങൾ, ബ്രഹ്മരക്ഷസ്, യോഗീശ്വരൻ, കിരാതിമൂർത്തി എന്നിവരും ഈ ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നു. വളരെ മനോഹരമായ ഒരു പാത തന്നെയാണ് ഈ കുതിരാൻ മലയിലേക്കുള്ള പാത. ഞാൻ അവിടെ എത്തിയപ്പോൾ നല്ല അടിപൊളി മഴയുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ വണ്ടി നിർത്തി ജസ്റ്റ് അമ്പലത്തിൻ്റെ മുകളിലേക്കൊന്ന് കയറി നോക്കി. താഴെ നിന്ന് കാണാൻ തന്നെ വളരെ മനോഹരമാണ്. നമ്മളിവിടെ ഒരു ഉച്ചയ്ക്കായിട്ടാണ് എത്തിയത്. പക്ഷേ ഉച്ച സമയമായാലും ഇവിടെ ഒരു സൈഡിൽ നിന്ന് നന്നായിട്ട് കോടമഞ്ഞ് കയറി വരുന്നുണ്ടായിരുന്നു. മഴ ആയതുകൊണ്ടാണ് എന്ന് തോന്നുന്നു. നല്ല അടിപൊളി ലൊക്കേഷനാണ്. ഒരുപാട് വണ്ടികൾ ചീറിപ്പാഞ്ഞ് പോയിരുന്ന ഒരു സ്ഥലമാണ്. വഴിയിൽ യാത്ര ചെയ്യുമ്പോൾ പ്രശ്നങ്ങളും തടസ്സങ്ങളും അപകടങ്ങളും ഒന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് ഇവിടെ വന്ന് വഴിപാട് അതുപോലെ നാണയത്തൊട്ടുകൾ ഒക്കെ സമർപ്പിച്ചിരുന്ന ഒരു സ്ഥലം കൂടിയാണ്. പലപ്പോഴും പല യാത്രികരും വണ്ടി നിർത്താതെ നാണയത്തൊട്ടുകൾ ഇങ്ങോട്ട് വലിച്ച് എറിഞ്ഞിരുന്നു പണ്ട് കാലത്ത്. ഇപ്പം ഇതിലൂടെ വണ്ടികളൊന്നും അധികം പോകുന്നില്ല. ഇങ്ങോട്ട് വരുന്ന ആളുകൾ മാത്രമേ ഉള്ളൂ. പണ്ട് ഇതിലൂടെ പോകുമ്പോൾ വണ്ടി നിർത്തി ആളുകൾക്ക് വന്ന് ക്ഷേത്രത്തിൽ തൊഴാൻ വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു. അത്രയധികം വണ്ടികളാണ് ഇതിലൂടെ കടന്നു പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇന്ന് ഈ അമ്പലത്തേക്ക് വരുന്ന ആളുകൾ മാത്രമേ ഉള്ളൂ. ശബരിമല തീർത്ഥാടന കാലത്ത് പാലക്കാട്, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലുങ്കാന തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്ന് ശബരിമലയ്ക്ക് പോകുന്ന ഭക്തന്മാരുണ്ടല്ലോ, കുതിരാമല ശാസ്താവിനെ വണങ്ങി വഴിപാടുകളൊക്കെ കഴിച്ച ശേഷമാണ് യാത്ര നടത്താറുള്ളത്. ശബരിമല യാത്രക്കാരുടെ ഒരു ഇടത്താവളം കൂടിയാണ് ഈ മനോഹരമായ കുതിരാമല ധർമ്മശാസ്ത്ര ക്ഷേത്രം. നമ്മളിവിടെ വന്നപ്പോൾ മഴയാന്ന് പറഞ്ഞല്ലോ. വളരെ അപൂർവം ആളുകളാണ് ഇങ്ങോട്ട് വരുന്നുള്ളൂ. ആ സമയത്ത് ഞങ്ങൾ വന്ന സമയത്ത് ഏകദേശം ഒരു ഉച്ച സമയമായിരുന്നു. അപ്പോൾ തന്നെ വളരെ കുറച്ച് ആളുകളാണ് ഇങ്ങോട്ട് വരുന്നുള്ളൂ. 2020-21 കാലഘട്ടത്തിലാണ് ക്ഷേത്രം ഇന്ന് കാണുന്ന രീതിയിൽ നവീകരണ പ്രവർത്തനങ്ങളൊക്കെ നടത്തി വളരെ ഭംഗിയാക്കിയത്. ഇന്ന് കാണുന്ന പോലെയുള്ള ഈ മനോഹരമായ ശില്പങ്ങളും അതുപോലെ നല്ല മനോഹരമായ ഗോപുരങ്ങളും ഒക്കെ തീർത്തത് ഈ കാലഘട്ടത്തിലാണ്. 4 ഭാഗത്തും മലനിരകളും വനഭൂമിയാലും ചുറ്റപ്പെട്ട പ്രകൃതിയും രമണീയമായ ഒരു സ്ഥലട്ടോ ഈ ക്ഷേത്ര പരിസരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നല്ല ആൽമരവും അതുപോലെ നല്ല ശുദ്ധവായു എന്ന് പറയില്ലേ, നല്ല അടിപൊളി ഓക്സിജനും നല്ല ശുദ്ധവായുവും കിട്ടുന്ന ഒരു സ്ഥലമാണ് ഇത് കേട്ടോ. ചുറ്റും മലനിരകളൊക്കെ ആയിട്ട്
ഇതിൻ്റെ ശില്പഭംഗിയൊക്കെ കാണാൻ പ്രത്യേക രസമാട്ടാ, എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. മാത്രമല്ല നമ്മളിവിടെ താഴത്ത് ഇറങ്ങിയിട്ട് കുറച്ച് ദൂരം കൂടി നമ്മൾ ഒന്ന് നമ്മുടെ വണ്ടിയിൽ പോയി നോക്കിയിട്ടാ ഈ വഴി എത്ര ദൂരം പോകാൻ പറ്റുമെന്ന് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും ഒരു സൈഡിൽ നിന്ന് നന്നായിട്ട് കോടമഞ്ഞ് ഇറങ്ങി വരുന്നുണ്ടായി. നമ്മൾ കുറച്ച് ദൂരം വണ്ടിയിൽ പോയി. ഒരു ദുർഘടം പിടിച്ച പാതയാണ്, ആരിപ്പോൾ വണ്ടി ഒന്നും പോകാത്ത കാരണം കുറച്ച് ദൂരം നമ്മൾ മുന്നോട്ട് പോയി. പിന്നെ ആ റോഡ് അവസാനിച്ചു. പിന്നെ അവിടെ മരത്തിൻ്റെ കഷ്ണങ്ങളും കല്ലും ഒക്കെ അവിടെ കിടന്നിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് തിരിച്ച് പോന്നു. വേറെ പ്രത്യേകിച്ച് കാഴ്ചകളൊന്നുമില്ല. ചുറ്റും നല്ല പച്ചപ്പും ഒക്കെ നിറഞ്ഞ മനോഹരമായിട്ടുള്ള ശാന്തമായിട്ടുള്ള ഒരു സ്ഥലം. റോഡിൽ വേറെ തിക്കോ തിരക്കോ ബഹളങ്ങളും ഒന്നുമില്ല. അപ്പോൾ നമ്മൾ വളരെ കുറച്ച് ദൂരം മുന്നോട്ട് പോയതിന് ശേഷം നമ്മൾ തിരിച്ച് നമ്മുടെ യാത്ര അവസാനിപ്പിച്ച് നമ്മൾ മെല്ലെ തിരിച്ചു പോന്നു. പക്ഷേ എന്തായാലും അവിടുത്തെ കാഴ്ചകൾ അടിപൊളി കാഴ്ച തന്നെയായിരുന്നു. മനോഹരമായിട്ടുള്ള ഒരു ക്ഷേത്രവും അതിനെക്കുറിച്ച് കുറച്ച് ഐതിഹ്യങ്ങളും അതിനെക്കുറിച്ചുള്ള ചരിത്രവും നമുക്ക് പറ്റാവുന്ന രീതിയിൽ നമ്മൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പം മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.